التمارين. السؤال الأول أجب عن الأسئلة الآتية. താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാണ്. لزيارة من ذهب زكريا. ആരെ സന്ദർശിക്കാനാണ് സക്കരിയ പോയത്? അപ്പോൾ ഇവിടെ ഹിവാർ നോക്കുമ്പോൾ ഹാമിദിനെ കാണാനാണ്. ഇദൻ ذهب زكريا لزيارة حامد. السؤال الثاني متى ذهب. എപ്പോഴാണ് പോയത്? هذا يكون بعد الفجر. نعم بعد صلاة الفجر. الثالث أين يذهب حامد بعد صلاة الفجر. حامد എവിടെയാണ് ഫജർ നിസ്കാരത്തിന് ശേഷം പോകുന്നത്? يذهب حامد بعد صلاة الفجر إلى السوق. إلى السوق. ചന്തയിലോട്ടാണ് ഫജർ നിസ്കാരത്തിന് ശേഷം ഹാമിദ് പോകാറ്. متى يرجع من السوق. എപ്പോഴാണ് ചന്തയിൽ നിന്ന് തിരിച്ചു വരുന്നത്? فيقول في الساعة. نعم متى يرجع في الساعة السابعة وأحيانا في الساعة الثامنة. 7 മണി, ചിലപ്പോൾ 8 മണി. والخامس ماذا يفعل في البيت. എന്താണ് അവൻ വീട്ടിൽ ചെയ്യാറുള്ളത്? يقرأ الصحف ويسمع الأخبار من الأذاعة. പത്രങ്ങൾ വായിക്കുകയും വാർത്തകൾ റേഡിയോയിൽ നിന്ന് കേൾക്കുകയും ചെയ്യും. السؤال السادس. ആറാമത്തെ ചോദ്യം متى يذهب إلى المصنع. متى يذهب إلى المصنع. എപ്പോഴാണ് ഫാക്ടറിയിലോട്ട് പോവുക? فيقول موسى هنا يذهب في الساعة 9:30. 9:30 മസ്നയിലോട്ട് പോവാറ്. إذا نقول يذهب حامد إلى المصنع في الساعة 9:30. ഏഴാമത്തേത് كم عاملا يعمل في مصنعه. എത്ര ജോലിക്കാരാണ് അവരുടെ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നത്? يعمل 125 عاملا في المصنع. 125 ജോലിക്കാരാണ് മസ്നയിൽ വർക്ക് ചെയ്യുന്നത്, ഫാക്ടറിയിൽ. كم مهندسا يعمل في مصنعه. എത്ര എഞ്ചിനീയറാണ് മസ്നയിൽ വർക്ക് ചെയ്യുന്നത്? يعمل مهندسان في المصنع. 2 എഞ്ചിനീയർമാരാണ് മസ്നയിൽ വർക്ക് ചെയ്യുന്നത്. അടുത്തത് സഹിഹ് മാ യലി. ഇതിലുള്ള തെറ്റുകൾ കറക്റ്റ് ചെയ്യാനാണ്. ഹാമിദുൻ ഇബ്നു മൂസ. ഹാമിദ് മൂസയുടെ മകനാണ്. അത് ഖത. ഹാമിദ് അബു മൂസ. ഹാമിദ് മൂസയുടെ ഉപ്പയാണ്. യദ്ഹബു ഹാമിദുൻ ഇല സൂഖി അഹ്യാനൻ. ഹാമിദ് ചന്തയിലോട്ട് ചിലപ്പോൾ പോകാറുണ്ട്. അത് ഖത. യദ്ഹബു ഹാമിദു ഇല സൂഖി ദായിമൻ. എപ്പോഴും പോകാറുണ്ട് ചന്തയിലോട്ട്. യദ്ഹബു ഹാമിദുൻ ഇല മസ്നഇ ഫി الساعة 8:30 എന്ന് പറയുന്നത് ഹാമിദ് ഫാക്ടറിയിലോട്ട് 8:30 മണിക്കാണ് പോകുന്നത്. ഹദ ഖത. യദ്ഹബു ഹാമിദുൻ ഇല മസ്നഇ ഫി الساعة 9:30. 9:30 പോവാറ്. യദ്ഹബു ഹാമിദുൻ ഇല മസ്നഇ ബഅദ സ്വലാത്തി ദുഹ്രി അയ്ദൻ എന്ന് വെച്ചാൽ ഹാമിദ് ഫാക്ടറിയിലോട്ട് ദുഹ്ർ നിസ്കാരത്തിന് ശേഷവും പോവാറുണ്ട്. ഹദ ഖത. ലാ യദ്ഹബു ഹാമിദുൻ ഇല മസ്നഇ ബഅദ സ്വലാത്തി ദുഹ്ർ. ദുഹ്ർ നിസ്കാരത്തിന് ശേഷം ഹാമിദ് ഫാക്ടറിയിലോട്ട് പോകാറില്ല. യജ്ലിസു ഫിൽ ബൈത്തി ബഅദ സ്വലാത്തുൽ അസ്ർ. വീട്ടിൽ അസ്ർ നിസ്കാരത്തിന് ശേഷം വീട്ടിലിരിക്കും. ഹദ ഖത. യജ്ലിസു ഫി മക്തബിഹി ബഅദ സ്വലാത്തുൽ അസ്ർ. അവരുടെ ഓഫീസിലാണ് അസ്ർ നിസ്കാരത്തിന് ശേഷം ഇരിക്കാറ്. മസ്നഉ ഹാമിദിൻ കബീർ. ല ഹദ ഖത. മസ്നഉ ഹാമിദിൻ ലൈസ ബികബീർ. ഹാമിദിന്റെ മസ്ന വലുതല്ല. ഇനി മൂന്നാമത്തെ തഅമ്മലിൽ അംസിലതി അൽ ആതിയ. താഴെയുള്ള ഈ ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കാറാണ്. ഇവിടെ മാദിയുണ്ട്, ഇവിടെ മുദാരിയുണ്ട്. മാദിയിൽ പറഞ്ഞത് ദഹബ അലിയുൻ ഇലൽ മദ്രസതി അംസി. അലി സ്കൂളിലോട്ട് ഇന്നലെ പോയി. ഇനി മുദാരിയ യദ്ഹബു അലിയുൻ ഇലൽ മദ്രസതി കുല്ല യൗം. അലി സ്കൂളിലോട്ട് എല്ലാ ദിവസവും പോകാറുണ്ട്. രണ്ടാമത്തെ ഖറഅ ഇസ്മായിലുൽ ഖുർആന. ഇസ്മായിൽ ഖുർആൻ ഓതി. ഇനി അതിൻ്റെ മുദാരിയ യഖ്റഉ ഇസ്മായിലുൽ ഖുർആന ബഅദ സ്വലാത്തിൽ ഫജ്രി കുല്ല യൗം. ഫജർ നിസ്കാരത്തിന് ശേഷം ഇസ്മായിൽ എല്ലാ ദിവസവും ഖുർആൻ ഓതുന്നതാണ്. ഗസല റജുലു സയ്യാറതഹു. ഒരു മനുഷ്യൻ അയാളുടെ കാർ കഴുകി. യഗ്സിലു റജുലു സയ്യാറതഹു കുല്ല ഉസ്ബൂഅ്. ഒരു മനുഷ്യൻ അയാളുടെ കാറ് എല്ലാ ആഴ്ചയും കഴുകാറുണ്ട്.
تأمل الأمثلة واكتب مضارع الأفعال الآتية. താഴെയുള്ള ഉദാഹരണങ്ങൾ പോലെ ഈ അഫ്ആലുകളുടെ മുദാരി എഴുതാനാണ്. ഹുന കതബ യക്തുബു, കതബ എന്ന് പറഞ്ഞാൽ എഴുതുന്നത്. ജലസ യജ്ലിസു ഇരിക്കുന്നത്. ദഹബ യദ്ഹബു പോവുക. സമിഅ ഇസ്മഉ കേൾക്കുക. ഇനി ദഖല യദ്ഖുലു പ്രവേശിക്കുക. ഗസല യഗ്സിലു കഴുകുക. റകഅ യർകഉ റുകൂഉ ചെയ്യുക. ഫഹിമ യഫ്ഹമു മനസ്സിലാവുക. ഖറജ യഖ്റുജു പുറത്തു പോവുക. റജഅ യർജിഉ തിരിച്ചു വരിക. റഫഅ യർഫഉ ഉയർത്തുക. ലഅബ യൽഅബു കളിക്കുക. സജദ യസ്ജുദു സുജൂദ് ചെയ്യുക. നസല യൻസിലു താഴെ വരിക. ഫഅല യഫ്അലു ചെയ്യുക. ഹഫിദ യഹ്ഫദു മനപ്പാഠം ചെയ്യുക. അതേപോലെ തന്നെ അകല യഅകുലു കഴിക്കുക. കസറ യക്സിറു പൊട്ടിക്കുക. സഅല യസ്അലു ചോദിക്കുക. ശരിബ യഷ്റബു കുടിക്കുക. ഖതല യഖ്തുലു കൊല്ലുക. ضرب യദ്രിബു അടിക്കുക. ഫതഹ യഫ്തഹു തുറക്കുക. റകിബ യർകബു ഇത് വാഹനത്തിൽ സഞ്ചരിക്കുക അല്ലെങ്കിൽ കയറുക, അതിനൊക്കെ റകിബ യർകബു എന്ന് പറയും. അക്മിൽ അൽ ജുമൽ അൽ ആതിയ ബിവദ്ഇ ഫിഅൽ മുദാരി മുനാസിബൻ ഫിൽ ഫറാഗ്. ഇനി മുനാസിബായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഫിഅൽ മുദാരി ഇവിടെ ചേർക്കാനാണ്. അബി ഇല സൂഖി കുല്ല സബാഹ് എന്ന് പറയുമ്പോൾ യദ്ഹബു അബി ഇല സൂഖി കുല്ല സബാഹ്, എൻ്റെ ഉപ്പ ചന്തയിലോട്ട് എല്ലാ രാവിലെയും പോവാറുണ്ട്. മത ഹുന യർജിഉ അബൂക മിനൽ മസ്ന, എപ്പോഴാണ് എൻ്റെ ഉപ്പ ഫാക്ടറിയിൽ നിന്ന് തിരിച്ചു വരിക? ഇവിടെ അഹ്മദ് അൽ ഖഹ്വ എന്നുണ്ട്. അപ്പം യഷ്റബു അഹ്മദു അൽ ഖഹ്വത വയഷ്റബു യൂസുഫു ഷായ, അഹ്മദ് കാപ്പി കുടിക്കുകയും യൂസുഫ് ചായ കുടിക്കുകയും ചെയ്യുന്നു. അഖി യഖ്റഉ സുഹുഫ വയസ്മഉ അൽ അഖ്ബാറ മിനൽ ഇദാഅത്തി കുല്ല സബാഹ്, എൻ്റെ സഹോദരൻ പത്രങ്ങൾ വായിക്കുകയും വാർത്തകൾ റേഡിയോയിൽ നിന്ന് എല്ലാ രാവിലെയും കേൾക്കുകയും ചെയ്യും. അൽ മുദരിസു അല സബൂറ, അപ്പം യക്തുബുൽ മുദരിസു അല സബൂറ, അധ്യാപകൻ ബോർഡിൽ എഴുതുകയാണ്. ഹിഷാമുൻ വജ്ഹു ബിസ്സാബൂൻ എന്ന് പറയുമ്പോൾ യഗ്സിലു ഹിഷാമുൻ വജ്ഹു ബിസ്സാബൂൻ, ഹിഷാം അവൻ്റെ മുഖം സോപ്പ് കൊണ്ട് കഴുകുന്നു. അൽ മുദീറു മിനൽ മദ്രസത്തി ഫി സഅത്തി സാനിയ, മുംകിൻ നഖൂൽ യർജിഉ ഔ യഖ്റുജു അൽ മുദീറു മിനൽ മദ്രസത്തി ഫി സഅത്തി സാനിയ, മുദീർ പ്രിൻസിപ്പള് സ്കൂളിൽ നിന്ന് 2 മണിക്ക് യഖ്റുജ് പുറത്തു പോകും. ഇനി ഇവിടെ കാണുന്നത് 21 മുതൽ 30 വരെയുള്ളത് എണ്ണങ്ങളാണ്. അപ്പോൾ ആദ്യം നമ്മൾക്ക് ഇത് എണ്ണീറ്റ് അതിൻ്റെ നിയമങ്ങൾ ശ്രദ്ധിക്കാം. 21 വാഹിദുൻ വഅശ്റൂന താലിബൻ, 22 ഇസ്നാനി വഅശ്റൂന താലിബൻ, 23 സലാസത്തുൻ വഅശ്റൂന താലിബൻ, 24 അർബഅത്തുൻ വഅശ്റൂന താലിബൻ, 25 ഖംസത്തുൻ വഅശ്റൂന താലിബൻ, 26 സിത്തത്തുൻ വഅശ്റൂന താലിബൻ, 27 സബഅത്തുൻ വഅശ്റൂന താലിബൻ, 28 സമാനിയത്തുൻ വഅശ്റൂന താലിബൻ, 29 തിസ്അത്തുൻ വഅശ്റൂന താലിബൻ, പിന്നെ 30 സലാസൂന താലിബൻ. അപ്പോൾ ഇവിടെ 21ഉം 22ഉം നോക്കുമ്പോൾ എല്ലാം ഒരേ ജെൻഡറാവും. താലിബ് എന്ന് പറയുന്നത് മുദക്കറാണ്. അപ്പം വാഹിദും യശ്റൂന അതേപോലെ തന്നെ എല്ലായിടത്തും ഉണ്ടാവും. വാഹിദ് മുദക്കറാവും, അതേപോലെ തന്നെ ഇസ്നാനി മുദക്കറാവും. 23 മുതൽ 29 വരെയുള്ളത് എന്താണ് നമ്മൾ എണ്ണുന്നത് അതിൻ്റെ വിപരീതമാവും. സലാസത്തുൻ വഅശ്റൂന താലിബൻ, അതേപോലെ തന്നെ അർബഅത്തുൻ ഖംസത്തുൻ സിത്തത്തുൻ എന്നുള്ള രീതിയിൽ. ഇനി ഇത് ഉപയോഗിച്ചിട്ടുള്ള തമാരീനാണ് ഇവിടെ. ഇഖ്റ മാ യലി സുമ്മ അക്തുബ് മഅ കിതാബത്തിൽ അർഖാമിൽ വാരിദത്തി ഫീഹി ബിൽ ഹുറൂഫ്. ഇനി ഈ എണ്ണങ്ങൾ പറയാനാണ് ഇവിടെ. ഫിഷഹരി ഇത് യൗമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയും തിസ്അത്തുൻ, ഇവിടെ പറഞ്ഞ പോലെ തിസ്അത്തുൻ വഅശ്റൂന ഔ സലാസൂന യൗമൻ, ഒരു മാസത്തിൽ 29 അല്ലെങ്കിൽ 30 ദിവസങ്ങളുണ്ട്. ഫി ഹാദിൽ ഹാഫിലത്തി ഖംസത്തുൻ വഅശ്റൂന റാക്കിബൻ, ഈ ബസ്സിൽ 25 റാക്കിബ് പറയുമ്പോൾ പാസഞ്ചേഴ്സ് ഉണ്ട്. ജാ അൽ യൗമു ഇവിടെ താലിബാണ്. അപ്പം
നമ്മൾ ഒന്നും രണ്ടും അത് ഒരേ ജെൻഡറാവും. അപ്പം ഇസ്നാനി വൈഷ്റൂന താലിബൻ ജദീദൻ, ഇന്ന് 22 പുതിയ വിദ്യാർത്ഥികൾ വന്നു. ഫിഹാദൽ കിതാബി വാഹിദുൻ വൈഷ്റൂന ദർസൻ, ഈ പുസ്തകത്തിൽ 21 പാഠങ്ങളുണ്ട്. ഇവിടെ 21 എന്ന് പറയുമ്പോൾ ഒന്നാണ്, അപ്പോൾ അത് എല്ലാം ഒരേ ജെൻഡറാവും. ഹാദൽ മൽഅബു തൂലുഹു 28 മിത്രൻ വഅർദുഹു 24 മിത്രൻ. ഈ ഒരു മൽഅബ് കളിക്കളം, അതിൻ്റെ ലെങ്ത്ത് 28 മീറ്ററും അതിൻ്റെ വിഡ്ത്ത് 24 മീറ്ററുമാണ്. കം കിലോമീറ്ററൻ അൽ മസാഫത്തു ബൈന അൽ മദീനത്തി വൽ മത്താർ? അൽ മസാഫത്തു ബൈനഹുമാ 23 കിലോമീറ്ററൻ. എത്ര ഡിസ്റ്റൻസ് ആണ് മദീനയും പട്ടണവും പിന്നെ മത്താർ എയർപോർട്ടും തമ്മിൽ? അൽ മസാഫത്തു ബൈനഹുമ, അതിന് തമ്മിലുള്ള വ്യത്യാസം ഡിസ്റ്റൻസ് 23 കിലോമീറ്റർ ആണ്. ഹാദ ദഫ്തറു തൂലുഹു 27 സെൻറ്റിമീറ്റർ. ഈ ഒരു നോട്ട്ബുക്കിൻ്റെ ലെങ്ത്ത് 27 സെൻറ്റിമീറ്റർ ആണ്. ഇനി തഅമ്മൽ മാ യലി മുബക്കിറൻ വൽ അക്സു മുതഅഖിറൻ. മുബക്കിറൻ എന്ന് പറഞ്ഞാൽ ഏർലി, നേരത്തെ, മുതഅഖിറൻ ലേറ്റ്, വൈകിട്ട്. അപ്പോൾ മുബക്കിർ മുതഅഖിർ. ദഹബ്തു ഇലൽ മദ്രസത്തിൽ യൗമ മുബക്കിറൻ, ഞാൻ ഇന്ന് സ്കൂളിലോട്ട് നേരത്തെ പോയി. വറജഅതു ഇലൽ ബൈത്ത് മുതഅഖിറൻ, വീട്ടിലോട്ട് വൈകിട്ട് തിരിച്ചു വന്നു. ذهبت أو هنا ليلى، إذن ذهبت ليلى إلى الجامعة متأخرة. ليلى ജാമ്യയിലോട്ട് ലേറ്റ് ആയിട്ടാണ് പോയത്. മുതഅഖിറതൻ, ലൈല മുഅന്നസ് ആയതുകൊണ്ട് മുതഅഖിറതൻ എന്ന് പറയും. ذهبت الطبيبة اليوم إلى المستشفى مبكرة. ഡോക്ടർ ഇന്ന് ആശുപത്രിയിലോട്ട് നേരത്തെ പോയി. തബീബ മുഅന്നസ് ആയതുകൊണ്ട് മുബക്കിറതൻ എന്ന് പറയും. കൗവിൻ ജുമല മുസ്തഅമിൽ അൽ കലിമാത്തിൽ ആത്തിയ, താഴെയുള്ള ഈ വാക്കുകൾ കൊണ്ട് ജുംലകൾ ഉണ്ടാക്കാനാണ്, സെന്റൻസുകൾ. ദായിമൻ മിസലൻ അനാമു മുബക്കിറൻ ദായിമൻ, ഞാൻ എല്ലാ സമയത്തും, ദായിമൻ എന്ന് പറയുമ്പോൾ എപ്പോഴും നേരത്തെ കിടന്നുറങ്ങും. അഹ്യാനൻ മിസലൻ അദ്ഹബു ഇലൽ ഹദീഖത്തി അഹ്യാനൻ, ഞാൻ ഹദീഖയിലോട്ട്, പാർക്കിലോട്ട് ചിലപ്പോൾ പോകാറുണ്ട്. മുതഅഖിറൻ അർജിഉ ഇലൽ ബൈത്തി മുതഅഖിറൻ, ഞാൻ വീട്ടിലോട്ട് വൈകിട്ടാണ് തിരിച്ചു വരാറുള്ളത്. മറത്തൻ ഉഖ്റ അഖ്റഉ ഹാദിഹിൽ ഖിസ്സത മറത്തൻ ഉഖ്റ, ഞാൻ ഈ കഥ വീണ്ടും വായിക്കുകയാണ്. ഇനി ഈ പാഠത്തെ അൽ കലിമാത്തുൽ ജദീദ, പുതിയ വാക്കുകൾ. ദായിമൻ എന്ന് പറയുമ്പോൾ എപ്പോഴും, അഹ്യാനൻ ചിലപ്പോൾ, മറത്തൻ ഉഖ്റ എന്ന് പറയുമ്പോൾ വീണ്ടും, മക്തബ് എന്ന് പറയുമ്പോൾ ഓഫീസ്. മക്തബ് എന്ന് പറഞ്ഞാൽ ഡെസ്ക് എന്നുള്ള അർത്ഥം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഓഫീസ് എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ثم عندنا عامل وعمال. ആമിൽ പറഞ്ഞാൽ ജോലിക്കാരൻ, ഉമ്മാൽ അതിൻ്റെ ജംഅ. തൂലുൻ, തൂൽ എന്ന് പറഞ്ഞാൽ ലെങ്ത്ത്, ആറുദ് എന്ന് പറഞ്ഞാൽ വിഡ്ത്ത്. മസാഫത്തുൻ ഡിസ്റ്റൻസ്, കിലോമീറ്റർ വൽജമു കിലോമീറ്ററാത്ത്, സെൻറ്റിമീറ്റർ സെൻറ്റിമീറ്ററാത്ത്, മിറ്റർ അംതാർ, ഇതൊക്കെ ഇംഗ്ലീഷ് വാക്കുകളാണ്. അമീല എന്ന് പറഞ്ഞാൽ ജോലി എടുക്കുക, ഇനി വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അമില, അല്ലെങ്കിൽ പ്രവർത്തിക്കുക എന്ന അർത്ഥം വരും. അമില യഅമലു. ഫഅല യഫഅലു, അത് ഒരു പ്രവൃത്തി ചെയ്യുക, അതാണ് ഫഅല. മാദാ തഫഅൽ എന്ന് പറയുമ്പോൾ നീ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. റക്കിബ യർക്കബു, റക്കിബ എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുക എന്നുള്ള അർത്ഥം വരും. അതേപോലെ തന്നെ ഒരു വാഹനത്തിലോട്ട് കയറുക എന്നുള്ള അർത്ഥത്തിലും വരും. റകഅ എന്ന് പറഞ്ഞാൽ റുക്കൂ ചെയ്യുക, അതേപോലെ തന്നെ റകഅ യർകഉ, പിന്നെ സജദ യസ്ജുദു സുജൂദ് ചെയ്യുക.